إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإذا فرغت فانصب وإلى ربك فارغب ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പരമകാരുണികനും പ്രപഞ്ചനിയന്താവുമായ നമ്മുടെ റബ്ബിനെ അനുസരിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്നും സ്വന്തത്തോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നാവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് പരിപൂർണമായും നഷ്ടപ്പെട്ടതുമായ ഒരു വിപത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സൽക്കർമ്മങ്ങളിൽ നിരതരാവുന്നവരും നിരതരാവേണ്ടവരുമാണ് നമ്മളെല്ലാവരും. പക്ഷേ പലപ്പോഴും ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പിറകോട്ടടിക്കാനുള്ള കാരണം സാഹചര്യമോ ആരോഗ്യമോ സാമ്പത്തികമോ ഒന്നുമല്ല. മറിച്ച് എല്ലാവരും അവനവന്റെ മനസാക്ഷിയോട് കൃത്യമായി ചോദിച്ചാൽ മിക്കവാറും ആളുകളുടെ ഉത്തരം മടി എന്നതായിരിക്കും. അലസതയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം. അലസതയായിരിക്കും നമ്മളുടെ പരലോകം നഷ്ടപ്പെടുന്നതിന്റെ കാരണമായി വരുന്ന സൽക്കർമ്മങ്ങൾ കുറയുന്നതിന്റെ സുപ്രധാനമായ പ്രതി മടിയായിരിക്കും. നന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ
ആണ് പൊതുവെ ഈ മടി കടന്നു വരാറുള്ളത്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുക, നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് മടി നമ്മളെ തടഞ്ഞിട്ടുണ്ട്. ഒരുപാട് അലസതകൾ കാരണത്താൽ നന്മകൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തിന്മ മടി കാരണത്താൽ ചെയ്യാത്ത ഒരു തിന്മയെ നമുക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? മ്യൂസിക്കോടുകൂടി ഒരു ഗാനമേള നടക്കുന്നു, നമ്മൾ പോയ കല്യാണ വീട്ടിൽ ഒരു മടി അവിടെ ഇരിക്കുക. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല? മടി കാരണത്താൽ, അതുപോലെയുള്ള ഒരു ടൂർ പോകുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ മടി കാരണത്താൽ മടുത്തിട്ടുണ്ടാവും, അതല്ലാതെ മടി കാരണത്താൽ. അതുപോലെയുള്ള അടിച്ചുപൊളികളിലേക്കും അതല്ലെങ്കിൽ മോശമായ വല്ല പ്രവർത്തനങ്ങളിലേക്കും. ബാക്കി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മടി കാരണത്താലോ അലസത കാരണത്താലോ ഒരു തിന്മയിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ മടി കാരണത്താൽ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്നിട്ടുള്ള അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങളിലെ രാജാവ് എന്ന് പറയുന്ന നമസ്കാരം വരെ മടി കാരണത്താൽ മാത്രം നഷ്ടപ്പെട്ടവർ നമ്മളെല്ലാവരും ഉണ്ടാവും. അതിൽ അലസത എന്നത് ശരിയാണ് ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നവൻ പോലും അടുത്ത നിമിഷം മടി കാരണത്താൽ അദ്കാറുകൾ പോലും ചെല്ലാതെ നെറ്റുപോകുന്നവരായിരിക്കും ഇന്നും. അത്ര കണ്ട് മടി നമ്മളെല്ലാരെയും പിടികൂടിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ജുമാ ജമാഅത്ത് നമസ്കരിക്കാൻ മടി കാണിക്കുന്നവർ, മാതാപിതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും, അങ്ങോട്ട് പോകാനല്ല പറയുന്നത്, അത്ര വലുത് പറയുന്നില്ല, ഫോൺ എടുക്കാൻ പോലും ബാപ്പല്ലേ അവിടെക്കട്ടെ, മുതലാളി വിളിച്ചാലോ അവിടെക്കട്ടെ എന്ന് ചിന്തിക്കുവോ? ചിന്തിക്കൂല. തന്റെ എന്താ പറയാ പ്രേമവാഹിനിയായ ഒരു കാമുകി വിളിച്ചാൽ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാൻ ആരും ചിന്തിക്കാറുണ്ടോ? സംസാരിക്കാൻ ആർക്കെങ്കിലും മടി തോന്നാറുണ്ടോ? അവിടെയൊന്നും മടി തോന്നാറില്ല. ഖുർആൻ പഠനത്തിനും പാരായണത്തിനും അവസരങ്ങളുണ്ടായിട്ട് നൂറുകണക്കിന് തവണ തന്റെ കർണപടങ്ങളിലേക്ക് ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടേ എന്ന് കേട്ടിട്ട് പോലും അതിലേക്ക് വരാൻ, അതിന് പേര് കൊടുക്കാൻ നമ്മളെ മടി നമ്മളെ സ്വാധീനിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ടൂർണമെന്റുകൾക്കും ക്ലബ്ബുകളിലേക്കും ജിമ്മിലേക്കോ മറ്റോ, അതൊന്നും ശരികളെന്ന് ഞാൻ പറയുന്നില്ല, അതിലേക്ക് പേര് കൊടുക്കുമ്പോൾ ഓടിവരുന്ന ആവേശം, നന്മയുടെ കാര്യത്തിന് പേര് കൊടുക്കാൻ കിട്ടാത്തതും പ്രിയപ്പെട്ടവരെ പിശാച് നമ്മളെ പിടികൂടിയത് കൊണ്ടാണ്. അവൻ നന്മയുടെ കാര്യത്തിൽ നമ്മളെ മടിയന്മാരാക്കും, ഒരു സംശയവും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തനിക്ക് അലസത പിടികൂടുന്നതിൽ നിന്ന് അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റസൂലായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളായ അടിമകളോട് ആവർത്തിച്ചു പറയുന്നത്, നിങ്ങൾ ഊർജ്ജസ്വലരായിരിക്കുന്ന, നിങ്ങൾ കർത്തവ്യബോധത്തോടെ ഊർജ്ജസ്വലരായിരിക്കും. നിങ്ങൾക്ക് മടി ഏതെങ്കിലും വശത്തൂടെ വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ കെട്ടിയിടാനായിട്ട് പിശാച് ചെയ്യുന്ന പണിയായിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏത് നിമിഷങ്ങളിലും നമുക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടവനാണ്. തൊട്ടടുത്ത സെക്കൻഡിൽ, തൊട്ടടുത്ത മുൻപുള്ള വക്തിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ പോലും ചെയ്യാനുള്ള അവസരം കിട്ടാതെയായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്കിതുപോലെ വായിക്കാവുന്നതാണ്. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയ ഫി ദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നീയും നിന്റെ സഹോദരനും എന്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് പോകുക. എന്നിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൂടെ ചേർത്തു, വലാ തനിയ ഫി ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തം കാണിക്കുകയും ചെയ്യരുത്. ഒരലസതയും എന്നെ സ്മരിക്കുന്ന കാര്യത്തിൽ നിങ്ങളെ പിടികൂടാൻ പാടില്ല. ഈ ആയത്തിൽ സുബ്ഹാനല്ലാഹ്
വലാ തനിയ എന്ന വാക്കിന് ശൈഖ് സഅദി റഹിമഹുള്ള പറഞ്ഞ വ്യാഖ്യാനം, എന്നെ പതിവായി ഓർക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യരുത് എന്നാണ്. വലാ തനിയ ഫീ ദിക്രി. തനിയ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന കാര്യത്തിൽ ഒരാന്തവും നമ്മളിൽ സംഭവിക്കാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസി തീർച്ചയായിട്ടും മടി ഒഴിവാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, ഫഇദാ ഫറഗ്ത ഫൻസബ്. ആകയാൽ നിങ്ങൾ ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചു കൊള്ളുക, നീ വിശ്രമിക്കണമെന്നല്ല പറഞ്ഞത്. ചാൻസ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. വഇലാ റബ്ബിക ഫറഗ്ബ്. നീ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹത്തെ നീ തന്നെ പ്രകടിപ്പിച്ചുകൊള്ളുക. എന്താവാനാണോ താല്പര്യം, എന്ത് നേടാനാണോ, എന്ത് സാധിപ്പിക്കുവാനാണോ താല്പര്യം, അത് നീ തന്നെ നിന്റെ റബ്ബിനോട് പറയുകയും ചെയ്യുക. എന്നിട്ട് നീ അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതാണ്. ജോലിയെടുക്കാതെ ജീവിച്ച വ്യക്തിയെ കണ്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ഉമർ ഒരു ദിവസം ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് എന്താണ് ജോലി എന്ന് അന്വേഷിച്ചു. ആ സമയത്ത് ജോലിയൊന്നുമില്ലെന്ന മറുപടി ലഭിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അയാൾ ജോലിയില്ല എന്ന് പറഞ്ഞപ്പം അയാളെ വില പോയി. അയാൾക്കൊരു വിലയും കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് മഹാനായ സ്വഹാബി വര്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മടി കാരണം ജോലിക്ക് പോകാതിരിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണിക്ക് പോകാതിരിക്കുക എന്നത് നല്ല ലക്ഷണമേ അല്ല. ചില ആളുകൾക്ക് കുറെ കടമുണ്ടാകും. അയാൾക്ക് ചെറിയ ചെറിയ ജോലികളെ ചെയ്യാനുള്ള വകുപ്പുള്ളൂ, അർഹതയുള്ളൂ, ചാൻസുമുള്ളൂ, കിട്ടിയിട്ടുമുള്ളൂ. പക്ഷെ അയാൾ കണക്കൂട്ടും, എനിക്ക് ഇന്ന സ്ഥാപനത്തിൽ നിന്ന് 15,000 കിട്ടിയാൽ എങ്ങനെയാണ് എന്റെ 20 ലക്ഷം കടം വിട്ടുക? അതുകൊണ്ട് ആ പണിക്ക് പോകൂല. അടുത്ത ജോലി നോക്കും, 16,000 കിട്ടുന്നത്, അതും പറ്റൂല. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, നീ കടക്കാരനായിരിക്കെ നിന്റെ കീഴിൽ നീ ഉപജീവനം നടത്തി വളർത്തിപ്പോറ്റേണ്ടതായ ആളുകളുണ്ടായിരിക്കെ നിന്റെ പശിയടക്കാൻ ഹലാലായിക്കൊണ്ട് സമ്പാദിക്കൽ നിർബന്ധമായിരിക്കെ 50 രൂപ വരുമാനമാണെങ്കിൽ പോലും അടുത്ത മുന്തിയ ജോലി കിട്ടുന്നതുവരെ നീ അതിൽ പ്രവേശിക്കേണ്ടതാണ്. കാരണം എന്താ? ചിലപ്പോ 10,000 രൂപക്ക് ജോലിയിൽ പ്രവേശിച്ച് ആത്മാർത്ഥത കാരണത്താൽ അല്ലെങ്കിൽ സത്യസന്ധത കാരണത്താൽ അവന്റെ മുതലാളിയോ അവന്റെ കസ്റ്റമറോ വിചാരിച്ചാൽ മതിയാകും അവന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ. ഇതാരാണിത് തീരുമാനിക്കുന്നത്? ആകാശലോകത്തിന്റെ റബ്ബ് നിനക്കുള്ള റിസ്ക് എത്തിച്ചു തരും. നിന്റെ ബാധ്യതകൾ അവൻ നിറവേറ്റി തരും. ഉദ്ദേശം എന്തായിരിക്കണം? ഒരു സെക്കൻഡ് പോലും ഞാൻ വെറുതെ നിൽക്കാൻ പാടില്ല എന്ന ചിന്താഗതി നമ്മളിലുണ്ടാകണം. ചില ആളുകൾ അങ്ങനെയാണ്, ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചും കൊണ്ട് 2-3 കൊല്ലം അങ്ങോട്ട് പോക്കും. ആരെങ്കിലും ജോലിയുണ്ട്, വിസയുണ്ട് എന്ന് പറഞ്ഞാൽ ഓവർ ടൈം ഉണ്ടോ എന്ന് ചോദിക്കും. കിട്ടിയ ജോലി ചെയ്യാൻ പറ്റുമെന്നോ നോക്കൂല, അവൻ ഓവർ ടൈം വേണം, എന്നിട്ട് ആ വിസ ഒഴിവാക്കും. ഇങ്ങനെ ജോലിയില്ലാതെ അലസന്മാരായി അങ്ങാടി തിണ്ണകളിലും കവലകളിൽ വീണ് കിടക്കുന്ന പോസ്റ്റിന്റെ മുകളിലും ഇരുന്നിട്ട് കാലം തീർക്കും. പണിക്ക് പോകുന്നവൻ അവൻ കളിയാക്കും. ചിന്തിച്ചു നോക്കിയേ, പണിക്ക് മര്യാദക്ക് പോകുന്നവനെ പിടിച്ചു നിർത്തുമവൻ, അവനെയും സമ്മതിക്കില്ല എന്ന നിലയ്ക്ക് ചില ആളുകളുണ്ട്, മടിയന്മാർ. വിദ്യാർത്ഥിനികളെ പഠിക്കാത്ത മക്കളുടെ ചില ലക്ഷണങ്ങളുണ്ടെങ്ങനെ. പഠിക്കുന്ന കുട്ടിയെ പഠിക്കാതിരിക്കാനുള്ള പണിയൊപ്പിച്ചുകൊണ്ടവൻ മുടക്കും. ഇവൻ പഠിക്കാൻ അലസനായിരിക്കും. അങ്ങനെയൊന്നും ഹോംവർക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ ആളുണ്ടാകും. യഥാർത്ഥത്തിൽ ഇവരെയെല്ലാം ബാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഭയപ്പെട്ട അലസത എന്ന മടി എന്ന ഈ വൃത്തികെട്ട സ്വഭാവമാണ് അതിന്റെ കാരണം. ഇത് പറയുന്ന ഞാനും നിങ്ങളും എല്ലാം ഇതിൽ പ്രതികളാണ്, ഒരു സംശയവുമില്ല. നമുക്കൊക്കെ ഏതെങ്കിലും സമയങ്ങളിലെങ്കിലും മടി വരാറുണ്ട്. ആ മടിയെ കരുതലോടെ കാവലോടെ പ്രതിരോധിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ അത്തരത്തിലാണ് അത് പഠിപ്പിക്കുന്നത്. മടി മനുഷ്യനെ കൊല്ലുന്ന രോഗമാണെന്നാണ്. മടി മാരകമായ രോഗമാണ്. മടി കാണിക്കുകയും എന്നിട്ടത് ദുർബലതയെന്നും പറഞ്ഞിട്ട് സമാധാനിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ചില ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നന്മ ചെയ്യാൻ മടിയായിരിക്കും. കല്യാണത്തിന് വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാൻ വരെ വലിയ ഇബാദത്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, എനിക്കൊരു ക്ഷീണമായിരുന്നല്ലോ. ക്ഷീണമല്ല, അത് നിന്റെ മടിയാണ്.
മിക്കവാറും നന്മയുടെ മുന്നിൽ നിനക്ക് തോന്നുന്ന ക്ഷീണം നിന്റെ അലസതയാണ് എന്ന് തിരിച്ചറിയാൻ നിനക്ക് സാധിക്കണം. എങ്കിലേ നമുക്ക് ഈ കട്ടിക്കൂരിട്ടിന്റെ തിരശീല നീക്കി വെളിച്ചത്തിന്റെ മാർഗത്തിൽ ഹുദയിൽ സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആജിസും കസ്ലും തമ്മിലുള്ള വ്യത്യാസം. കസ്ൽ എന്നാൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ അത് ഉപേക്ഷിക്കലാണ്. ആജിസ് എന്നാൽ അത് ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് കഴിവില്ലായ്മയാണ്, രണ്ട് കഴിവുണ്ടായിരിക്കെ അത് ഉപേക്ഷിക്കലാണ്. അതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ന്യായീകരിച്ച് കൂട്ടിക്കുഴക്കാനും പാടില്ല. അത് മാത്രവുമല്ല, മടി ബാധിച്ചവന് യാതൊരു നന്മയും ചെയ്യാൻ കഴിയുകയില്ലെന്നാണ് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ വ്യക്തമാകുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, മടി അത് നിരാശയുടെയും പരാജയത്തിന്റെയും അടിസ്ഥാനമാണ്. അപ്പോൾ ഒരു മടിയന് യാതൊരു നന്മയും ലഭിക്കുകയില്ല, ഒരാദരവും നേടാനുമാവില്ല, ദുനിയാവിന്റെയോ ദീനിന്റെയോ യാതൊരു സൗഭാഗ്യവും അവൻ ലഭിക്കുകയുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മടി എന്നത് നമ്മൾ പരിശോധിക്കുക. എല്ലാവർക്കും ഉണ്ട്. പാക്കുണ്ട്, ഉമ്മാക്കുണ്ട്, മക്കൾക്കുണ്ട്, നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ മടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ആ മടി നമ്മളെ ബാധിക്കുമ്പോൾ നമുക്കിപ്പുറത്ത് നഷ്ടപ്പെടുന്നത് ഒരു നന്മയാകാൻ പാടില്ല. ഒരു നന്മ അത് കാരണത്താൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റക്കും ഫൻഫിറൂ ഹുബാതൻ ഔ ഇൻഫിറൂ ജമീഅ വഇന്ന മിൻകും ലമൻ ലയുബത്തിഅൻ ഫഇൻ അസാബതകും മുസീബത്തുൻ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിശ്ചയം മടിച്ചു പിന്നോക്കം നിൽക്കുന്നവൻ നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് വല്ല വിപത്തും സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ആയത്തിന്റെ പശ്ചാത്തലം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ പോലെയുള്ള കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് വന്നത്. എന്താ കാര്യം എന്നറിയോ? അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് അത് പറയുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത കൈക്കൊള്ളുവിൻ. അങ്ങനെ പല കൂട്ടങ്ങളായിക്കൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പുറപ്പെടുക, അതല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ പുറപ്പെടുക എന്ന ആയത്തിങ്ങൾ വന്നിട്ട് അടുത്ത ആയത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ആ ചില ആളുകൾ എന്ത് ചെയ്യില്ല, യുദ്ധത്തിൽ പങ്കെടുക്കൂല. യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് മാത്രമല്ല, അവർ പങ്കെടുക്കാതെ തക്കത്തിൽ ഒഴിഞ്ഞു മാറുകയും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതവരുടെ പതിവായിരുന്നു. എന്നിട്ട് വല്ല സംഘടനകളിലും വല്ല പോരാട്ടങ്ങളിലും മുസ്ലിങ്ങൾക്ക് വല്ല വിഷമങ്ങളോ പരാജയങ്ങളോ നേരിട്ടാൽ ഈ കൂട്ടരെന്താ വാദിക്കുന്നറിയോ? ഈ കൂട്ടരെന്താ സമാധാനിക്കുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ചെയ്തു തന്നൊരു വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നവർ വാദിക്കും. ആലോചിക്കേ, നന്മയുടെ ഈ ജിഹാദിന് എന്ന് പറഞ്ഞാൽ ധർമ്മസമരങ്ങൾക്ക്, നന്മകൾക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, പോകൂല. ഉദാഹരണം, നാടൻ ഉദാഹരണം പറയാം. നമ്മൾ സമ്മേളനത്തിന് വിളിക്കപ്പെട്ടു. എന്ത് തന്നെ ആര് തന്നെ സംഘടിപ്പിച്ചാലും അള്ളാഹുവിന്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സത്യസന്ധമായി പഠിപ്പിക്കുന്ന ഒരു സദസ്സാണെന്ന് വിചാരിച്ചോളൂ. ആ സദസ്സിൽ നമ്മൾ പോയില്ല. അതൊരു മഴയിൽ കുടുങ്ങി കലാശിച്ചു. പരിപാടി പെട്ടെന്ന് നിന്നു. ആ പരിപാടി പൂർണ്ണമായി തീരാതെ വീട്ടിലേക്ക് കയറി വന്ന ഈമാനുള്ള ഭാര്യയെയും ഈമാനുള്ള മകനെയും വാപ്പ സിറ്റൌട്ടിലിരുന്ന് കളിയാക്കും. എന്തായിപ്പം മുപ്പർക്ക് വൈകിട്ടിട്ടുണ്ട്, മഴ പെയ്യുന്നു, അതോടെ പോവാത്തത് എന്ന ഭാവത്തിലാണ് സംസാരിക്കുക. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ പറ്റിയിട്ട്, ആ കുട്ടനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് വന്നു പ്രിയപ്പെട്ടവരെ. ഇനി മാത്രവുമല്ല, ആ വിഭാഗത്തിന് വല്ല വിജയവും ബാധിച്ചാൽ, വിജയം ബാധിക്കുകയും അവർക്ക് അനീമത്ത് സ്വത്തുക്കൾ ലഭിക്കുകയും അവർക്ക് ബഹുമാനങ്ങൾ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്താകും? പ്രയാസത്തിലായിരിക്കും. അവർക്ക് മാനസികമായിട്ട് പ്രതിസന്ധി ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നന്മക്ക് വിളിക്കപ്പെട്ടാൽ നമ്മുടെ മടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മളെ പിടികൂടാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയോ മടി കൊണ്ടുള്ള അപകടങ്ങൾ. ഒന്നാമത്തെ അപകടം, ഇഹലോകവും പരലോകവും അയാൾക്ക് നഷ്ടമായിരിക്കും. അയാളുടെ ഇഹലോകത്തിന്റെ പരാജയത്തിന്റെ പിന്നിൽ അവന്റെ ആലസ്യതയായിരിക്കും സഹോദര.
അതുപോലെ തന്നെ നിന്റെ ഇഹലോകം കഴിഞ്ഞ് നീ പരലോകത്ത് വലിയ പ്രതീക്ഷയിൽ പോകും. ഇവിടെ നിന്ന് നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെട്ട കക്ഷിയാണ് നമ്മളെ വിചാരം. പക്ഷേ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കൊറ്റക്ക് ചോദിക്കുന്നു പറഞ്ഞത്. ഒറ്റക്കൊറ്റക്ക് കിടത്തും ഖബറിൽ, ഒറ്റക്കൊറ്റക്ക് മഹ്ശറിൽ ചോദ്യമുണ്ടാകും. അന്നേരം ഇടത്തും വലത്തും പോയാൽ തന്നെ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ തന്നെ ഒറ്റക്കായാൽ എന്താ അവസ്ഥ? നമ്മളെ ഈമാൻ തന്നെ ചോർന്നു പോയതായിട്ട് നമുക്ക് തോന്നി. കുറച്ച് ഈമാനുള്ള ആളുകളെ കൂടെ കൂട്ടുമ്പോഴാണ്, അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഇത്തിരിയെങ്കിലും വല്ലതുമുണ്ടോ എന്ന് നമുക്ക് പോലും അനുഭവപ്പെടാറുള്ളത്, അല്ലേ? നമ്മൾ ഒറ്റക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ വെച്ച് അള്ളാഹു പരീക്ഷിച്ചാൽ, സാമ്പത്തികമായ ദുർവ്യയങ്ങൾ, അതുപോലെ വ്യഭിചാരങ്ങൾ, അതുപോലെ ലഹരി, അതുപോലെ തോന്നിയാസങ്ങൾ കാണൽ, ഇതൊക്കെ ഒറ്റക്ക് നേരിടുമ്പോൾ സഹോദരാ നിന്റെ ഈമാൻ എത്രയാണ്? ആലോചിക്കും നമ്മളെല്ലാവരും. നേരെ മറിച്ച് നമ്മളൊരു സംഘം ആളുകളുണ്ടെങ്കിൽ ഏത് തോന്നിയാസവും കൊണ്ട് പിശാച് വന്നാലും ഇടത്തും വലത്തും ആളുകളുള്ളതിന്റെ പിൻബലത്തിൽ നമ്മളൊരു പക്ഷെ ആ പരീക്ഷണത്തിൽ വിജയിച്ചേക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുക. മടി എന്നത്, മടി കാണിക്കുന്നവർ അവരുടെ പഠനത്തിൽ, പ്രവർത്തനത്തിൽ, ആരാധനകളിൽ എല്ലാം തന്നെ പിന്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കാരണം അവർക്ക് ഈ ലോകത്തെ ദുനിയാവിലെ സൗകര്യങ്ങളും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. അധികാരം നഷ്ടമായ ചരിത്രം വരെയുണ്ട്. അബ്ദുൽ വാഹിദ് ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മാലിക് രാജകുടുംബമാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ അധികാരം എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടമായത്? അദ്ദേഹം ആ സമയത്ത് കൊടുത്ത മറുപടി, പ്രഭാത സമയങ്ങളിലെ ഉറക്കവും രാത്രിയിലെ മദ്യപാനവുമായിരുന്നു ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടാനുള്ള കാരണം. അതായത് ബർക്കത്ത് ഇറങ്ങുകയും ആളുകളെല്ലാം കർമ്മനിരതരാകുകയും ചെയ്യുന്ന പ്രഭാത സമയത്ത് അദ്ദേഹം പൂർവ്വപിതാക്കളായ രാജാക്കന്മാർ, അവരുടെ പൂർവ്വപിതാക്കന്മാരായ രാജാക്കന്മാർ ഉറങ്ങുകയായിരുന്നു. ആളുകൾ രാത്രി നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് അവർ മദ്യപിക്കുകയുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അധികാരം നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കുമാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ പ്രഭാത സമയത്ത് നീ അവർക്ക് ബറക്കത്ത് ചൊരിയണേ. പ്രഭാത സമയത്ത് സജീവമായി നിൽക്കുന്നവനുള്ളതാണ് ആ പ്രാർത്ഥന. പ്രഭാത സമയത്ത് ഉണർന്നിരുന്നവന്റെ കർമ്മധർമ്മങ്ങളിൽ ഏർപ്പെട്ടവനുള്ളതാണ് ആ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യങ്ങളെപ്പോലും അയച്ചിരുന്നത് പ്രഭാതത്തിൽ ആദ്യ സമയത്തായിരുന്നു. ഈ ചര്യയാണ് കേട്ടോളൂ, മൃഗങ്ങളും പക്ഷികളും പോലും പിന്തുടർന്നിരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂൽ സൈന്യങ്ങളെപ്പോലും സുബഹിക്കായിരുന്നു അയച്ചിരുന്നത്. ഈ ബറക്കത്ത് സുബഹിക്കാണ് എന്ന വചനത്തിന്റെ പിൻബലത്തിൽ സഹോദര, അതുകൊണ്ടായിരുന്നു അത്രേ പക്ഷികളും മൃഗങ്ങളും പോലും അതിനനുസരിച്ചു. അവർ മുസ്ലിങ്ങളായി. അവരെക്കാളും വിവേചനശേഷിയുള്ള നമ്മൾക്ക് വെളിവ് വന്നിട്ടില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അധ്വാനശീലം. ഈ ബാംഗ്ലൂരിൽ ജീവിച്ച നിങ്ങൾക്ക് ഒരു ഓസറും അള്ളാഹുവോട് പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലൊരു പക്ഷേ പാതിരാക്ക് കച്ചവടം ചെയ്യുന്നവരുണ്ടാവില്ല, ടൗണുകൾ ഉണ്ടാവില്ല. 12 മണിക്ക് അടച്ചുപോകുന്ന സൂക്കുകളായിരിക്കും, അങ്ങാടികളായിരിക്കും. ഇവിടെ എന്താ സ്ഥിതി? ഒരേ പൊസിഷനിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, 4-5 കച്ചവടം ചെയ്യണം ഒരേ ലൊക്കേഷനിൽ, വ്യത്യസ്ത സമയങ്ങളിലായിട്ട്. പാതിരാക്കെല്ലാം കച്ചവടം ചെയ്യുന്ന ആളുകളെ കാണുന്നു. എല്ലാവരും ഫുൾ ഉണർവിലാണ്. പച്ചക്കറി മാർക്കറ്റിൽ എല്ലായിടത്തും നോക്കിയാൽ എല്ലാവരും അധ്വാനിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യമൊന്നുമില്ല. വികലാംഗരുണ്ടതിൽ, അമ്മമാരുണ്ടതിൽ, വയസ്സന്മാരുണ്ടതിൽ, കണ്ണു കാണാത്തവർ വരെ ഉണ്ടതിൽ കച്ചവടം ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്ഥിതി എന്താണ് ആലോചിച്ചു നോക്ക്. ഒരു നിലക്കും അധ്വാനിക്കാൻ പോലും മടിയുള്ളവരാണ് നമ്മൾ. എളുപ്പത്തിൽ അല്ലേ, എളുപ്പത്തിൽ കിട്ടണം. പണിയെടുക്കാതെ വരികയാണെങ്കിൽ വളരെ നല്ലത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. നിരന്തരം അധ്വാനം എന്നത് നമുക്കറിയാം കച്ചവടത്തിലാണ്. ബാക്കിയുള്ള പ്രൊഫഷണലുകളെ ഞാൻ നിരാകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ ഞാനൊരു സംഗതി പറയാം. എല്ലാ അധ്വാനവും അധ്വാനം തന്നെ. എല്ലാത്തിലും എന്തുണ്ട്? എല്ലാത്തിലും അധ്വാനമുണ്ട്, ടെൻഷനുകളുണ്ട്, ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, സമയം പോകുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നമുക്കറിയാം, ഒരു കച്ചവടക്കാരന്റെ അധ്വാനം മറ്റുള്ള അധ്വാനത്തെക്കാളും എന്താണ്? പൂർണ്ണ സമയാധ്വാനമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യാപാരത്തിന്റെ വാതിലുകൾ തുറക്കുക എന്നത് റിസ്ക്കിൽ ബറക്കത്തുകൾ അധികരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. വ്യാപാരങ്ങൾ തുടങ്ങുക എന്നത്. നിങ്ങൾക്കറിയുമോ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കച്ചവടം തുടങ്ങുവിൻ എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വകാന ഉമർ റളിയല്ലാഹു അൻഹു യഖ്റുജു ഇലൽ അസ്വാഖ്,
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങാടികളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുത്തെ ആളുകളോട് പറയുമായിരുന്നു, വയഖൂലു യാ മഅശറൽ ഗറബ്, ഏ അറബ് കൂട്ടമേ, ലാ യഗ്ലിബന്നകുമുൽ ഉലൂജ് അലാ അസ്വാഖികും, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ വ്യാപാരങ്ങളിൽ മറ്റുള്ളവരെ മറികടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കേട്ടോന്ന്. കച്ചവടത്തിൽ എന്ത് ചെയ്യരുത്? നിങ്ങളെയും തോൽപ്പിച്ച് മറ്റൊരുത്തൻ കച്ചവടം ചെയ്യുന്നിടത്തേക്ക് നിങ്ങൾ അധപതിച്ചു പോകരുത്. ഉമർ ഖത്താബ് കച്ചവടക്കാരെ വിളിച്ചു പറഞ്ഞു. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞു, അതിന്റെ കൂടെ റിസ്കിന്റെ 10ൽ 9 വ്യാപാരത്തിൽ ആണെന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ റിസ്കിൽ 10ൽ 9 വ്യാപാരത്തിൽ അവരെ ചാൻസ്, അദ്ദേഹത്തിന്റെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഇരിക്കെ അദ്ദേഹം പറയണേ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരാളെ പരിചയപ്പെട്ടു. കാല കുന്തുനജ്ജാറും, അയാൾ ഒരു ആശാരിയായിരുന്നു. ഈ പ്രയോഗങ്ങളും ഈ വചനങ്ങളുമെല്ലാം മനസ്സിലാക്കി അയാൾ ആ വചനങ്ങൾ കേട്ട അന്നു മുതൽ അയാൾ പറയണത്രേ, ഞാൻ എന്റെ ജോലിയിൽ തുടർന്നിരുന്നെങ്കിൽ ഈ ദിവസവും ഞാൻ ഒരു ചുറ്റികയും ആണിയും പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാകുമായിരുന്നു. ഇപ്പോൾ എന്റെ സമ്പാദ്യം നിങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹം പറയണത്രേ, എന്റെ സമ്പാദ്യം ഇപ്പോൾ കണ്ടില്ലേ? ഞാനാ ജോലി ചെയ്തിരുന്ന സമയത്ത്, ഈ ആശാരിപ്പണിയൊക്കെ മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ ഒരു ചെറിയ കൈത്തൊഴിലുമായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ എന്റെ മക്കൾക്ക് അത് കൊടുത്ത, ആയുധം കൊടുത്ത, എന്റെ മക്കൾക്ക് കൊടുത്ത് ഞാൻ അങ്ങനെ അതും പിടിച്ചിരിക്കുന്നവനാകും. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും എനിക്കുണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് എനിക്കൊരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഞാൻ അങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ്, അൽഹംദുലില്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇലൽ അസ്വാഖ് യാ മഅശറ തിജാർ, വ്യാപാരികളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കപടതയും കച്ചവടത്തിൽ ഉണ്ടാകരുത്. എന്റെ മുന്നിലുള്ള ആളുകൾ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ മന്നവന്മാരാണെന്ന് എനിക്കറിയാം. ആ ബോധ്യത്തോടെ ഞാൻ പറയാണ്, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയോടുകൂടി താങ്കൾ എത്ര കൊല്ലം കച്ചവടം ചെയ്തു, അതാണ് എക്സ്പീരിയൻസ്. മനസ്സിലായോ? സത്യസന്ധത നിർബന്ധമാണ്. ഇതാരുടെ ആവശ്യമാണ്? ഖത്തീബിന്റെ ആവശ്യമല്ല, അള്ളാഹുവിന്റെ ആവശ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപാരത്തിൽ ബറക്കത്തുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ര കുമിഞ്ഞുകൂടുമെന്ന് പ്രഖ്യാപിച്ച റസൂൽ പറയാണ്, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ കച്ചവടത്തിൽ സത്യസന്ധത നിർബന്ധമാണ്. മാത്രവുമല്ല, നിങ്ങൾ അവരുടെ കച്ചവടത്തിൽ സത്യം പറയുന്നവനാകണം, സത്യസന്ധത പുലർത്തുന്നവനാകണം. മാത്രമല്ല, കച്ചവട ചരക്കുകളുടെ കേടുപാടുകളെപ്പറ്റി ഈ കസ്റ്റമർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടല്ലാതെ നിങ്ങൾ കച്ചവടം ചെയ്യാനും പാടില്ല. എങ്കിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സത്യസന്ധനും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്താൽ അവന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിചാരിക്കും തൽക്കാലം അത് കളയണ്ട, അത് പഴയതല്ലേ, അത് പുതിയ കുപ്പിയിലാക്കാം, അല്ലെങ്കിൽ പുതിയ പാക്കറ്റാക്കാം, അല്ലെ അങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം. അല്ലെങ്കിലോ എന്തെങ്കിലും ഈ പറഞ്ഞ സാധനം ഒരു ലോക്കൽ സാധനം എടുത്ത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് നീ കൊടുക്കല്ലേ, അത് ലോക്കലാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തോളൂ, അതധികം ഗ്യാരണ്ടി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. എത്ര സുഖമുണ്ട്. വാങ്ങുന്ന കസ്റ്റമറുടെ മനസ്സിൽ നിങ്ങൾ തങ്ങിക്കിടക്കും. കേടായി വന്നാൽ ആദ്യത്തെ സിഗ്നൽ അയാൾക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് പൊട്ടും. എന്താണ് ഇത്? അന്ന് വാങ്ങുമ്പോ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇതധികം നിൽക്കൂല. എത്ര റാഹത്താ പ്രിയപ്പെട്ടവരെ, ഒരു പ്രയാസമില്ല. ഇതിന് ഗ്യാരണ്ടി ഇല്ലെന്ന് അയാൾ അന്നേ പറഞ്ഞതാണ്, അങ്ങോട്ട് പോകണ്ട, ഒരു പ്രയാസമില്ല. നേരെ മറിച്ചോ, ഇത് കൊണ്ടുപോയിക്കോളി, ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ നീ കള്ളനായും കപടനായും അയാളുടെ മനസ്സിലിരിക്കുമ്പോഴോ ഒരു കാലത്തും ആ കസ്റ്റമർ നിന്റെ കടയിലേക്ക് പിന്നെ വരില്ല. അത് മാത്രവുമല്ല, അള്ള വിടുവോ? ആരാന്റെ പണം അപരാധമായി സമ്പാദിച്ചവനെ അള്ളാഹു പരീക്ഷിക്കും, പല നിലക്ക് പരീക്ഷിക്കും. അതുകൊണ്ട് ബറക്കത്തുകൾ വേണം. ഞാൻ ആ വിഷയം ഇൻഷാ അല്ലാഹ് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്, പിന്നീട് നമുക്ക് പറയാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക്, അധ്വാനശീലമുള്ള ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് അധ്വാനിക്കുക എന്നത്, ഇനി മറ്റുള്ള ജോബുകൾ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ബാക്കി സമയം നിങ്ങൾക്ക് കിടക്കാനുള്ളതല്ല. തടിയളകാതെ ജോലി ചെയ്തവരെ നിങ്ങൾക്ക് തടിയളകുക എന്നൊരു റോളും കൂടിയുണ്ട്. തടിയളകേണ്ടതുണ്ട്, ഭാര്യയെ സഹായിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാൻ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ
ഭർത്താക്കന്മാരോട് എത്ര പേർ അടുക്കളയിൽ ഭാര്യയെ സഹായിച്ചിട്ടുണ്ട്? സഹായിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മീൻ മുറിച്ചു കൊടുത്തിട്ടുണ്ട്, പച്ചക്കറി മുറിച്ചു കൊടുത്തിട്ടുണ്ട്, പാത്രങ്ങൾ കഴുകി കൊടുത്തിട്ടുണ്ട്. കഴിയണം നമുക്ക്. അതൊക്കെ അവർ ചെയ്യും. ഞാൻ പണിക്കാരത്തിനാക്കിയിട്ട് പറ്റൂല. അവൾക്ക് എന്തെങ്കിലും അവളുടെ ഡ്യൂട്ടിയിൽ നീ കയറി വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു റോൾ എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാകണം. അവൻ അനക്കുന്നിടത്ത്, ആറിയിടുന്നിടത്ത്, അയൺ ചെയ്യുന്നിടത്ത് ഒക്കെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ തടി കൊണ്ട് സഹായിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ മടി എന്നത് പിശാചിന്റെ ഒരു അമ്പാണ് എന്ന് الشيطان جائم على كلب ابن آدم فإذا ذكر الله حنس وإذا غفل وسوس. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ഹൃദയത്തിൽ പിശാച് എപ്പോഴും സന്നിഹിതനാണ്. മനുഷ്യർ മറക്കുകയോ അശ്രദ്ധരാവുകയോ ചെയ്താൽ പിശാച് ദുർബോധനം നടത്തും. നമ്മൾ ജാഗ്രതയിലല്ല എങ്കിൽ പിശാച് നമ്മളെ വീഴ്ത്തുമെന്നർത്ഥം. അവൻ അല്ലാഹുവിനെ ഓർത്താൽ പിശാച് പിന്തിരിയുകയും ചെയ്യും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹു. നിശ്ചയമായും മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുനാഫിക്ക് എന്ന് കേൾക്കുമ്പോൾ മക്കത്തും മദീനത്തും ജീവിച്ചൊരു കൂട്ടരായിട്ടാണ് കാണല്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് മുഖമുള്ള നമ്മളെ പറ്റിയാണ്. ഇന്നൽ മുനാഫിഖീന നിശ്ചയമായും കപട വിശ്വാസികൾ യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹു. അവർ അല്ലാഹുവെ വഞ്ചിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ സ്വയം വഞ്ചിതരാവുകയാണ്. എന്നിട്ട് അവരുടെ ലക്ഷണം പറഞ്ഞു, വൈദാ ഖാമു ഇലസ്സലാത്ത്, അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഖാമു കുസാല, അവർ അലസതയോടുകൂടിയാണ് നിൽക്കുക. ഹൃദയം വന്ന് കൈകിട്ടും, സൊഫിലുണ്ടാകും. പക്ഷെ അവന്റെ തല സൊഫിലുണ്ടാകും, അവന്റെ മനസ്സ് പുറത്തായിരിക്കും, അവന്റെ തടി സൊഫിലുണ്ടാകും, അവന്റെ കൽബ് പുറത്തായിരിക്കും. മാത്രവുമല്ല അവൻ ആർക്കോ വേണ്ടിയിട്ട് ഇമാം സലാം വീട്ടുന്നുണ്ടെങ്കിൽ അവൻ വിട്ടു, ഇമാം സലാം വീട്ടിയിട്ടില്ലെങ്കിൽ അവൻ വീട്ടില്ല. കാരണം എന്താ? അവൻ അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, കാമു ഇലസ്വലാത്ത് കാമു കുസാല യുറാഉന നാസ്. രണ്ടാമത്തെ ലക്ഷണം എന്താണ്? അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കാക്കമാരെ, ജ്യേഷ്ഠന്മാരെ, ഉമ്മമാരെ, താത്തമാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇബാദത്ത്, പ്രത്യേകിച്ച് നമസ്കാരം, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ബാപ്പാക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ഉമ്മാക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, മഹല്ല് കമ്മിറ്റിക്കാർ എണ്ണുമോ സഫിലുണ്ടോ എന്ന് നോക്കുന്നതിനാണെങ്കിൽ ഒരു പ്രതിഫലവും ഒരു ജസാഉം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. മാത്രവുമല്ല നിങ്ങൾ മുനാഫിക്കാണ്, നിങ്ങൾ കപടനാണ്, ഇരുമുഖമുള്ളവനാണ്. അതുകൊണ്ട് വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. ഇനി പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഒരലസതയും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക. സത്യവിശ്വാസി എന്ന നിലക്ക് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ വുദൂ ചെയ്യുകയും 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹ്. അവൻ അവിടെ അടയിരിക്കുന്നുണ്ടാകുന്ന അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പോലും റസൂൽ പഠിപ്പിച്ചു. മാത്രവുമല്ല പിശാച് എന്താ പണിയെടുക്കുന്നറിയോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പെരടിയിൽ 3 കെട്ടുകളിട്ടും ഓരോ കെട്ടും മുറുക്കി പിശാച് പറയും, ഉറങ്ങിക്കോളൂ, ദീർഘമായ സമയമുണ്ട്, ശാന്തതയുണ്ട്, നീ നിന്റെ ഫ്ലാറ്റിലാണ്, ആരും അറിയില്ല, നീ നിന്റെ വീട്ടിലാണ്, ഒരാളും ചോദിക്കാൻ വരില്ല. ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ അങ്ങനെ അവൻ ഉറങ്ങി. ഇനി ഒരാൾ ഉണർന്നു, അവൻ അള്ളാഹിനെ സ്മരിച്ചാൽ ഒരു കെട്ട ഇഞ്ഞോടോടെ. വുളു ചെയ്താൽ അടുത്ത കെട്ടും കൂടി അഴിയും, നമസ്കരിച്ചാൽ 3ാമത്തെ കെട്ടും അഴിയുമെന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ്. അങ്ങനെ നല്ല മനസ്സോടെ ഉന്മേഷവാനായി അവൻ പ്രഭാതത്തിലെത്തും. അങ്ങനെയല്ല എങ്കിൽ മടിയനും ദുഷിച്ച മനസ്സുള്ളവനുമായി പ്രഭാതത്തിൽ അവൻ വരും. എന്ന് പറഞ്ഞാൽ അവൻ മടിയനായിരിക്കും പകലിൽ, ദുഷിച്ചവനായിരിക്കും പകലിലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾക്ക് 100 ഒട്ടകങ്ങളെ പോലെ കാണാം, എന്നാൽ അവയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്നിനെപ്പോലും കണ്ടെത്താൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉന്മേഷത്തിൽ ജീവിക്കുന്ന ആളുകൾ കുറവാണ്. ജനങ്ങളെ നമ്മൾ കാണുമ്പോൾ 100 കണക്കിന് ഒട്ടകങ്ങൾ ഉള്ളതുപോലെ കാണാം. പക്ഷെ അതിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ഒട്ടകം തെരഞ്ഞുപിടിച്ച കിട്ടാത്തതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ശക്തരും സുബ്ഹാനല്ലാഹ് ചില വയസ്സായ ആളുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാകും ഇതുപോലെ. നമ്മൾക്ക് പോലും കഴിയാത്ത ആവേശം ഫജറിന്റെ സമയത്തും രാത്രികളിലും നന്മയുടെ കാര്യത്തിലും ആളുകൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലും ചില വയസ്സന്മാർ നമ്മളെക്കാളും ബാല്യത്തിലാണ്.
അവരുടെ ഉന്മേഷം, അവരുടെ ആവേശം. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ യൗവനത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ വാഹനങ്ങളില്ലാതെ പള്ളിയിൽ പോകാത്തവരാ നമ്മൾ. നമ്മുടെ വാപ്പാന്റെ സ്ഥിതി എന്താ, പവാന്റെ സ്ഥിതി എന്താ? അവരുപയോഗിച്ചിട്ടുണ്ടോ ആ വാഹനം? അവർക്ക് സമ്പാദ്യമില്ലാഞ്ഞിട്ടാണോ? അവർ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ, അവർ അധ്വാനിക്കുന്നത് പോലെ, എഴുന്നേറ്റ് നടക്കുന്നത് പോലെ പള്ളിയിലേക്ക്, സുന്നത്ത് നമസ്കാരം പോലും, സുബ്ഹാനല്ലാഹ്, സുന്നത്ത് നമസ്കാരങ്ങൾ പോലും യൗവനമേ എത്ര കണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ മുകളിലത്തെ അവസാനത്തെ ഫ്ലോറിൽ, ഫോർത്തിൽ, തേർഡിൽ ഒക്കെ വരുന്ന യുവാക്കളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്, എത്ര ഫർള് നമസ്കരിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നില്ല. എത്ര സുന്നത്തുകൾ? ഇനിയോ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ തഹയ്യത്ത് കിട്ടിയിട്ടുണ്ടോ? ജീവിതത്തിൽ ജുമാ കഴിഞ്ഞിട്ടുള്ള 2 റക്അത്ത് സുന്നത്ത്, ജുമാ നമസ്കാരത്തിന്റെ പോരായ്മകൾ നിങ്ങൾക്ക് നികത്തിത്തരാം ആ 2 റക്അത്തിലൂടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടും ജുമാഅക്ക് ശേഷമുള്ള 2 റക്അത്ത് ജീവിതത്തിൽ ഇന്നുവരെ പരിചയമില്ലാത്ത എത്ര യുവാക്കളുണ്ടാകും ഈ പള്ളിയിൽ? എത്ര ആളുകളുണ്ടാകും? ജീവിതത്തിൽ ഇന്നുവരെ ഒരു തവണയെങ്കിലും ജുമാ തുടങ്ങുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്തിയ ഒരു ചരിത്രം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നേരെ മറിച്ച് നമ്മുടെ പിതാക്കന്മാർ, പൂർവികർ നേരത്തെ പള്ളിയിലെത്തുമായിരുന്നു. അവർ ഒട്ടകത്തിന്റെ ഇറച്ചിക്ക് വേണ്ടി എട്ടുകയുമായിരുന്നു. പരലോകത്ത് അതിന്റെ ആഹ്വാനം ചെയ്യപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ അതിന്റെ ബഹുമതി നേടാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. നടക്കാനാകാത്ത ആളുകൾ വേഗത കൂട്ടുമായിരുന്നു. അവർ പള്ളിയിൽ വന്ന് പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, എന്റെ ലൈഫിൽ ഞാൻ പറയാ, ഈ പള്ളിയിൽ ആ ഒത്തുകുറവുള്ളത് തുറന്ന ഞാൻ പറയുന്നത്. സൂറത്തുൽ കഹ്ഫ് അത് ഞങ്ങൾ ഓതിയിട്ട് വരുന്നത്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓതിക്കോളി. പിന്നെയും മറ്റുള്ള സൂറത്തുകളില്ലേ ഖുർആനിൽ? ആരും ഓതുന്നില്ല. നമ്മുടെ നാട്ടിൽ മിക്കവാറും പള്ളികളിൽ, കേരളത്തിൽ ഖത്തീബ് മുകളിലോട്ട് കയറുമ്പോഴാണ് ഖുർആൻ മടക്കി വെക്കുക, അല്ലേ? ചെറിയ മക്കൾ വാങ്ങിയിട്ട് അത് അട്ടിവെക്കും. എന്തൊരു റാഹത്താണ് അത് കാണുമ്പോൾ. അതുവരെയെങ്കിലും ഓതാലോ എന്ന് വിചാരിച്ചിട്ട് ഓതാൻ ഇവിടെ വന്നിട്ട് ഉഴിച്ചിലാണ്. ഇവിടെയും ആളുകൾക്ക് ഉഴിച്ചിലിനേ നേരമുള്ളൂ. അല്ലെങ്കിൽ അതിനുപോലും വരാത്ത വിധം പുറത്ത് നിൽക്കുകയാണ്. എന്താ, ലാസ്റ്റ് ടൈമിൽ മൂപ്പർക്ക് ഗോളടിക്കുമ്പോൾ ഇവിടെ കിട്ടണം. ഇവിടെ ഇരുന്നിട്ട് വേസ്റ്റ് ആക്കരുത് സമയം, പുറത്ത് നിൽക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിങ്ങളുടെ മടിയാണ് അതിന്റെ കാരണം. നിന്റെ കൂടെ നിൽക്കുന്ന പിശാച് നിന്നെ വീഴ്ത്തിയിരിക്കുന്നു സഹോദര. അവനെ പ്രതിരോധിക്കാനുള്ള ഈമാനെങ്കിലും മിനിമം നമുക്ക് വേണം. അതുകൊണ്ട് ആരൊക്കെയോ തള്ളിയിട്ട് നമ്മളിവിടെ BTM എത്തുന്നുണ്ട്. ഈ അങ്ങാടി കവലകളിൽ എത്തിയിട്ട് ഇതിന്റെ അകത്തേക്ക് കയറി വരാൻ കഴിയുന്നില്ല നമുക്കാർക്കും. നമസ്കാരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ, ഒരു 5 മിനിറ്റ് ഇരിക്കാൻ, അല്ലാഹുവേ ഞാൻ ഈ നമസ്കരിച്ചതെങ്കിലും എനിക്ക് സ്വീകരിക്കണേ, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ അല്ലാഹ് സ്വീകരിക്കണേ, ഇതിന്റെ പ്രതിഫലനം എന്റെ ജീവിതത്തിൽ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാധിച്ചിരിക്കുന്ന മടി മാറ്റിയെടുക്കാനുള്ള കരുത്ത് ഇന്നത്തെ ഖുതുബയോടുകൂടിയെങ്കിലും നമുക്കെല്ലാവർക്കും തീരുമാനമെടുക്കാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ജീവിതത്തിൽ പിടിപെടുന്ന അലസതയിൽ നിന്നും മടിയിൽ നിന്നും പരമാവധി കരകയറണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആളുകളുടെയൊക്കെ മനസ്സിൽ നടിപ്പിച്ചിരുന്ന എല്ലാവരും, ആളുകളുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു വികാരം എന്താ? ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത്, എന്താണ് ചികിത്സ? പ്രിയപ്പെട്ടവരെ, മടി ഒരു രോഗമാണ്. കൃത്യമായ ചികിത്സ സ്വീകരിക്കണം. അല്ലാഹു എല്ലാ രോഗത്തിനും മരുന്നിറക്കിയിട്ടുണ്ട്. മടി രോഗമാണ്. എന്നിട്ട് മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ നസ്സല ലഹു ദവാഅൻ, അതിന് മരുന്നുണ്ട്. എപ്പോഴും അല്ലാഹുവിനോട് ഒന്നാമത്തെ സഹായം തേടുക എന്നതാണ്. വ ഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വ ഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു വല്ല ഉപദ്രവവും ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു വല്ല ഉപദ്രവവും നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനല്ലാതെ അത് നീക്കം ചെയ്യുന്നവരില്ല. നമുക്ക് ബാധിച്ചത് മടിയാണെങ്കിൽ അല്ലാഹ് നീക്കം ചെയ്യണം, അല്ലാഹ് വിചാരിക്കണം. ഒരാൾ സ്വയം നന്നാകാൻ തീരുമാനിച്ചാൽ മാത്രമേ അല്ലാഹ് അയാളെ നന്നാക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട് പ്രിയപ്പെട്ടവരെ.
അവനവന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ സ്വന്തം തീരുമാനിക്കാത്ത കാലത്തോളം അല്ലാഹ് അതിനുള്ള ഒരു വഴിയും നിന്റെ മുന്നിൽ തുറന്നു തരുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് സഹായം തേടുക. മാത്രവുമല്ല, നിനക്ക് വല്ല ഗുണവും ബാധിച്ചാൽ അതൊരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാനുമാവില്ല. മടി വരുന്നതിന് മുമ്പും മടി വന്നാലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞതിലും സംഭവിക്കാത്ത കാര്യത്തിലും പ്രാർത്ഥന ഉപകാരപ്പെടും. അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടിയിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹ്രി റിജാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, അതിനോടൊപ്പം ഇങ്ങനെ മറ്റൊരു റിവായത്തിൽ പറയുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വസ്വലഇ ദൈനി വഗബദത്തി റിജാൽ. എന്താ പറയുന്നത്? അല്ലാഹുവേ, ദുഃഖം, വിഷാദം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടത്തിന്റെ ഭാരം, ആളുകൾക്ക് വിധേയമാകൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ കൊടുക്കുന്നു. എന്തൊരു ചോദ്യ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അറാബിയെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരമല്ലാത്ത സമയത്ത് പള്ളിയിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല സഹോദര, നമസ്കാരമൊന്നും ഇല്ലാത്ത ഈ സമയത്ത് എന്താണ് ഇങ്ങനെ പള്ളിയിൽ? അദ്ദേഹം വിഷമത്തിലായിരുന്നു, അദ്ദേഹം സങ്കടത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നല്ല ടെൻഷനും അതുപോലെ തന്നെ കടവുമുണ്ട് റസൂലേ, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ഇരിക്കുന്നത് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥന നിനക്ക് പഠിപ്പിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയെ എല്ലാവരും പഠിക്കണം. ഇതിലെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. പണക്കാരന് വേണ്ടിയതുണ്ട്, ഡോക്ടർക്ക് വേണ്ടിയതുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കുള്ളത് ഈ പ്രാർത്ഥനയിലുണ്ട്. ഇതെല്ലാം തികഞ്ഞൊരൊറ്റൊരുത്തനും നമ്മുടെ ഈ കൂട്ടത്തിലില്ല, കുടുംബത്തിലില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുഹൃത്തിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പഠിപ്പിച്ചു. ഈ മനുഷ്യൻ പറയണം, അബൂദാവൂദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ആ മനുഷ്യൻ റസൂൽ പറഞ്ഞു അത്രേ, രാവിലെയും വൈകിട്ടും സ്ഥിരമായി നിങ്ങളിത് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്കത് പഠിപ്പിച്ചു തന്നു, ഞാനത് സ്ഥിരമായി രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കും. ഇന്നെന്റെ എല്ലാ കടവും തീർന്നു, എല്ലാ മനോവിഷമങ്ങളും പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കണം മലയാള ഭാഷ ഉപയോഗിച്ചു പോയത്, എന്റെ എല്ലാ വിഷമങ്ങളും തീർന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലാക്കുക എല്ലാവരും, ജീവിതത്തിൽ ഒരു നിമിഷം മതി പ്രിയപ്പെട്ട ഒരു ദുആക്ക്. ആർക്കും അറിയില്ല, ഇമാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്ന പോലെ തോന്നും, നമ്മൾ ആമീൻ പറയും, കൂടെ പറയും, ആമീൻ പറയും. ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് അറിയുന്ന സൂറത്താണ് എന്ന് ഓതിയതെന്നൊക്കെ. പക്ഷെ ഒറ്റക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റു ചില മാലിന്യങ്ങൾ നീങ്ങാനുണ്ട്. നിങ്ങൾ ഇത് സ്വന്തമായി ആവർത്തിച്ചോടി പഠിക്കേണ്ടതുണ്ട്. കേട്ട് പരിചയം പോരാ. നമ്മൾ ചെല്ലുന്നു, നമ്മൾ എന്നും ചെല്ലാറുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാ. നിങ്ങൾ ചെല്ലിയിട്ടില്ല. നിങ്ങളുടെ ഇമാമ് ചെല്ലിയിട്ടുണ്ടാവും, ഖതീബ് ചെല്ലിയിട്ടുണ്ടാവും, നിങ്ങൾ ഉസ്താദ് ചെല്ലിയിട്ടുണ്ടാവും, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ പിതാവ് ചെല്ലിയിട്ടുണ്ടാവും. നമ്മൾ സ്വന്തം ചൊല്ലി പഠിക്കുക. പ്രാർത്ഥനകൾ തെരഞ്ഞു നടക്കുന്ന അവസരങ്ങൾ വരാണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, മരണപ്പെടുന്ന ഘട്ടമൊക്കെ നിങ്ങളെ മനസ്സിൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മളൊരു മക്കത്തേക്കൊന്ന് പോകുമ്പം വരെ ആളുകൾ വിളിച്ചു ചോദിക്കും, ഉസ്താദെ കുറച്ച് പ്രാർത്ഥന വേണം, ആ ഡ്രസ്സ് വേണം, പൈസ വേണം, റിയാല് വേണം എന്നൊക്കെ ചോദിക്കുന്ന പോലെ പ്രാർത്ഥന വേണം അവർക്ക്. എന്തുകൊണ്ടാ? ഓനറിയാം മക്കത്തെത്തിയാൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കണം, അതിനാ ഞാൻ പോകുന്നത്. മരണാശയിൽ കിടക്കുമ്പോൾ വേണ്ടി വരും നിങ്ങൾക്ക്. ഖബറിൽ എത്തുന്നതിന്റെ മുമ്പുള്ള നിമിഷങ്ങളുണ്ടല്ലോ, ഐസിയുവിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, മരണാശയിൽ വീർപ്പുമുട്ടി കിടക്കുമ്പോൾ, കൈകാലുകൾ ചലിക്കാതെ നിശബ്ദരായി കിടക്കേണ്ടി വന്നാൽ അന്ന് നിങ്ങളെ കൂട്ടിനെത്തുക ഈ അദ്കാറുകളും പ്രാർത്ഥനകളായിരിക്കും. അത് ആരോഗ്യമുള്ള സമയത്ത് ഒരലസതി നിങ്ങൾ ഖുർആൻ പഠിക്കുന്നിടത്തും പ്രാർത്ഥനകൾ പഠിക്കുന്നിടത്തും കാണിക്കരുത്. എന്റെ ഖുതുബ നന്നാകാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടണം.
എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മകൾ പാസ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, പഠിക്കുന്ന ചെറിയ കുട്ടികൾ. ചില ആളുകൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് വലിയ പദവിയിലിരിക്കുന്ന വലിയ മുതലാളിയാവട്ടെ, വലിയ പ്രൊഫഷനുള്ള വലിയ ആളാകട്ടെ, അവർക്കൊക്കെ പഠിക്കാനിരിക്കാൻ ഒരു മടിയുണ്ട്, ഒരു ഈഗോ, ഒരു പ്രശ്നം, ഒരു പിശാച്. അവരൊരിക്കലും പഠിക്കൂല. അവരുടെ മക്കൾ അവിടെ ചേർത്ത് ഇവിടെ ചേർത്ത് ഇയാൾക്കൊരു മണ്ണും അറിയാത്ത മനുഷ്യരായിരിക്കും. ഒരു ഖുർആൻ പോലും രക്ഷിതാക്കളോട് ഓതിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അറിയാത്ത രക്ഷിതാക്കളില്ലേ? നിങ്ങളാണ് മദ്രസയിൽ വരേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്രസയിൽ പഠിച്ചവർ കുട്ടികളായിരുന്നില്ല എന്ന് മനസ്സിലാക്കല്ലാരും. അള്ളാന്റെ റസൂല് പോലും ഖുർആൻ പഠിച്ച പ്രായം, പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ, സഹാബത്ത്, ഇസ്ലാമിലേക്ക് വന്ന പ്രായം, ഖുർആൻ വായിച്ച പ്രായം, ഖുർആൻ മനഃപ്പാടമാക്കിയ പ്രായം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലുള്ള വളരെ ചുരുക്കം ആളുകളാണ് ചെറിയ കുട്ടികളായിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാവരും നരബാധിച്ചവരും വിധവകളും അല്ലേ? ആലോചിക്കേ, അവരെ ഖുർആൻ പഠിച്ചത് പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂലിന്റെ പത്നിമാരെല്ലാവരും ബൈഹാത്തായിരുന്നു. അവരൊക്കെ വയസ്സേതാ. ഒരു ഓസറും അള്ളാന്റെ മുന്നിൽ നമ്മളെ പ്രായം വെച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കപ്പെടും. ഇനിയും ഖുർആൻ പഠിക്കാൻ നിങ്ങളെ വിളിക്കും. ഇനിയും ആ സമയത്ത് ഒരാൾ പോലും പിറകോട്ടടിക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. നമ്മുടെ അലസതയാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ ഉപജീവനത്തിന്റെ പ്രശ്നം, വരുമാനത്തിന്റെ പ്രശ്നം, അനുഗ്രഹങ്ങളുടെ പ്രശ്നം, ബറക്കാത്തുകളുടെ പ്രശ്നം, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ പ്രശ്നം, ആ കടത്തിന്റെ പ്രശ്നം, എല്ലാറ്റിന്റെയും പ്രശ്നം നിന്റെ അലസതയാണ്. നിന്റെ പ്രാർത്ഥനക്കുറവും നിന്റെ പ്രവർത്തനക്കുറവും. നിന്റെ പ്രാർത്ഥനക്കുറവും നമ്മുടെ പ്രവർത്തനക്കുറവുമാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണക്കാരനെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പരിഹാരം കണ്ട് അവന്റെ ഇഷ്ടപ്പെടുന്ന അടിമകളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇയാളെന്താക്കും യുദ്ധമൊന്നും പറയാത്ത. യുദ്ധമൊക്കെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെടുന്ന അനാഥകൾക്കും യതീമുകൾക്കും വിധവകൾക്കും അഗതികൾക്കുമൊക്കെയും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട പിതാവ് 5 കൊല്ലമായി പ്രിയപ്പെട്ടവരെ സംസാരശേഷി വരെ നഷ്ടപ്പെട്ട് സ്ട്രോക്കിലാണ്. ഇന്ന് രോഗം കുറച്ച് മൂർച്ഛിച്ചു എന്ന് പറഞ്ഞ് വിളി വന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്കും മക്കൾക്കുമെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുത്ത് അവന്റെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. توفنا مسلما وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد.